ഫവാസെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വീണ്ടും കുരുക്കിലേക്ക് എന്നുള്ളതിന്റെ ഒരു സൂചന പുറത്തു വരികയാണ്. അതായത് CMRL കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് തുടങ്ങിയ കമ്പനിയുടെ പേരിൽ അല്ലെങ്കിൽ 1,72,00,000 രൂപയാണ് അതിലേക്ക് മാസപ്പടിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഇതിനൊക്കെതിരെയുള്ള അന്വേഷണം നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ട് കരിമണൽ കർത്ത കൊടുത്ത SFIO ED ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കൂടി പ്രതിയായ സാധനത്തിൽ. അപ്പോൾ അത് അന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞ് കൊടുത്ത വിധി അല്ലെങ്കിൽ സ്റ്റേ ആപ്ലിക്കേഷൻ ഇന്ന് കോടതി റദ്ദാക്കിക്കൊണ്ട് ഇതിൽ തുടരന്വേഷണം വേണം എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ടും ഒരു സൂചന തന്നെയാണ്. വീണ വിജയൻ അറസ്റ്റിലേക്ക് എന്നുള്ള തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഇതിന് കൃത്യമായിട്ട് അന്വേഷണം നടന്നു കഴിഞ്ഞാൽ വീണ വിജയൻ നിയമ നടപടി നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ ഒരു വിധിന്യായം ഒരുപാട് ചർച്ചകളിലേക്ക് വീണ്ടും വഴിവെക്കുകയാണ്. ഇവരിപ്പം ആദ്യം എന്താ പറയുക, SFIO എന്ന് പറഞ്ഞാണ്ട് ഒരു ഏജൻസിയാണ് കേസ് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഇവർ കോടതി പറഞ്ഞത് ഓൾറെഡി ഞങ്ങൾ SFIOനെ വെച്ച് അന്വേഷിച്ചതാണ്, ഇനി അതിൽ തുടരന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ED വിഷയത്തിൽ ഇടപെടണ്ട. അപ്പോൾ സാമ്പത്തിക ഇടപാടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ED ഇടപെടും. അപ്പോൾ ഈ ഒരു കേസിൽ SFIOയുടെ അന്വേഷണം തൃപ്തികരമല്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതും. അപ്പം ഇത്രയും നല്ല റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഹൈക്കോടതി പറഞ്ഞ പോലെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള സാധനമായിരുന്നു, തുടരന്വേഷണം വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചടിയാവുന്ന രീതിയിൽ ഇവരാരും എക്സ്പെക്ട് ചെയ്യാത്ത സാധനമാണ്. അതുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും ഇത് വളരെ ചർച്ചാ വിഷയമാക്കുന്നത്. കാരണം ഇത്രയും പേര് ഉണ്ടായിരുന്ന സാധനം വരെ ആയിരുന്നില്ല ഇപ്പോഴത്തെ എന്താ പറയുക ഹൈക്കോടതി ഉത്തരവ് എന്ന് പറഞ്ഞാൽ. ഇത്രയും കാലം ഹൈക്കോടതി ഉത്തരവ് വേണ്ട, SFIO അന്വേഷിച്ചിട്ടുണ്ട്, അപ്പം തെളിവുകൾ മാക്സിമം എന്താ പറയുക കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു ഏജൻസിയെ വെച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിലായിരുന്നു കോടതി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് കോടതി പറഞ്ഞ പോലെ ED അന്വേഷിച്ചോട്ടെ, കുഴപ്പമില്ല, തുടരന്വേഷണം EDക്ക് കൊണ്ടുപോകാമെന്നുള്ളത് പറയാനുള്ളൊരു കാരണം ഇത് കേരളത്തിൽ മാത്രമല്ല. ഇപ്പം ഈ എക്സാലോജിക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ കമ്പനികളിൽ നിന്നും പൈസ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ KMRL ബാക്കി കമ്പനികൾക്കും കൊടുത്തിട്ടുണ്ട്, എക്സാലോജിക്കിന് മാത്രമല്ല എന്നുള്ള തരത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ KMRL എന്തായാലും പിടിമുറുകും. ഇപ്പോൾ KMRL പറഞ്ഞ കാര്യം, ഞങ്ങൾ ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു, ഓഫീസിൽ നിന്ന് കൊണ്ടുപോകുന്നു, വർക്ക് ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നില്ല, എന്നാൽ ചോദ്യം ചെയ്യലും നടക്കുന്നില്ല, വെറുതെ സമയം കളയാന്നുള്ളതിനപ്പുറം ഇത് രാഷ്ട്രീയ പകപൊക്കൽ മാത്രമായിട്ടാണെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇത് മൾട്ടിപ്പിൾ, ഒരു കമ്പനി മാത്രമല്ല, ഒരുപാട് കമ്പനികൾ ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെയാണ് എന്താ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിൽ ഇടപെടുന്നത്. കാരണം സാമ്പത്തിക ഇടപാട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇടപെടും എന്നുള്ളത് സത്യമാണ്. അപ്പം ഇത് വിരൽ ചൂണ്ടുന്നത് വീണ വിജയനിലോട്ട് മാത്രമല്ല, പിണറായി വിജയനിലോട്ടും ഈ സാധനം എത്തും എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു കേസ് മാത്രം വന്നാൽ മതി, ബാക്കിയുള്ളത് ഒരു കെട്ടായിട്ട് ലാവലിൻ കേസ് മുതൽ ഒരു ലോഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഒന്ന് തുടങ്ങിയാൽ പിന്നെ ഒന്നും വന്ന് അങ്ങനെ പൊട്ടി തുടങ്ങും മൊത്തം സാധനങ്ങൾ. അപ്പോൾ അവസാനം എന്തായാലും പിണറായി വിജയനെ എന്താ പറയാ അസ്തമയം ആവാനായോ എന്നുള്ളതിലോട്ട് നമ്മൾ ചർച്ച ചെയ്യും. ഇതിലും വലിയൊരു അസ്തമയം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഒന്ന് ഉദിച്ചുയരാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു പൊസിഷൻ അദ്ദേഹം എടുക്കാൻ കാരണം ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം. കാരണം അദ്ദേഹത്തിന് അറിയാമായിരിക്കാം ഇനി ഒരു കേസ് ഒരുപാട് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതും. അതിൽ നിന്ന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാബിനറ്റ് പദവിയെങ്കിലും മിനിമം വേണം സെക്യൂർ ചെയ്യാനുള്ളത്. അത്തരത്തിലുള്ളൊരു മൂവ്മെന്റ് കൂടി ആയിരിക്കും എന്നാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. ഉറപ്പായിട്ടും ഇതിപ്പോൾ കൈക്കൂലി, നികുതി വെട്ടിപ്പ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഓഫ് ഇത് വരുകയാണ് ഇതിനകത്ത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന അന്വേഷണങ്ങൾ വരുമ്പോൾ ഒരുപാട് ഉപവകുപ്പുകളും ഒക്കെ കയറി വരും ഇതിനകത്തേക്ക്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ വീണ വിജയന് 1,72,00,000 രൂപ കൊടുത്തേക്കുന്നതിൻ്റെ എല്ലാ സോഴ്സും ഇവർ കാണിക്കേണ്ടി വരും. ഈ കരിമണൽ കർത്തയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങളിലേക്ക് അന്വേഷണം പോകും. അപ്പോൾ വീണ വിജയൻ പ്രതിയാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും മറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഗോഡ്ഫാദർ അല്ല, ഫാദർ തന്നെ, പക്ഷെ എല്ലാത്തിൻ്റെയും ഗോഡ്ഫാദർ ആയിട്ടുള്ള, ഇത്തരം തട്ടിപ്പുകളുടെയൊക്കെ ഗോഡ്ഫാദർ ആയിട്ട് ഒരു 10 വർഷക്കാലം നിന്ന് അച്ഛൻ പിണറായി വിജയനും ഉറപ്പായിട്ടും നിയമത്തിന് മുന്നിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഫവാസ് പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും പ്രതിപക്ഷ സ്ഥാനം അല്ലെങ്കിൽ നേതൃസ്ഥാനം എങ്കിലും വേണം എന്നുള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം തുടരരുത് എന്നുള്ള രീതിയിൽ PBയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏത് നിമിഷവും രാജിവെക്കേണ്ടി വരും, MLA സ്ഥാനം പോലും രാജിവെക്കണം എന്നുള്ള രീതിയിൽ കൂട്ടത്തിലുള്ള സഖാക്കൾ തന്നെ മുന്നോട്ട് വരുന്നൊരു, അതെ, അവർ തന്നെ പറയുന്ന, അല്ലെങ്കിൽ വിമർശനങ്ങൾ അതിരുകടന്ന വിമർശനങ്ങളിലേക്ക് പോകുന്നു. ഒരിക്കലും പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. MLA സ്ഥാനം പോലും രാജിവെച്ച് മാറ്റി വെക്കണം, ഈ നാണം കെട്ട പരാജയം. 6 റൗണ്ടിലൊക്കെ നിലം തൊട്ടിട്ടില്ല, അതും ധർമ്മടം പോലൊരു കോട്ടയിൽ.
അപ്പോൾ ആ ഒരവസ്ഥ കൃത്യമായിട്ടും കോൺഗ്രസിൻ്റെ ഒരു പാളിച്ച തന്നെയായിരുന്നു അവിടെ കൃത്യമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ തന്നെ പുറത്ത് വന്നപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഒരാൾ പോലും ഷാഫി പറമ്പിലിനെ പോലും വിളിച്ചു ആരെങ്കിലും ഒന്ന് വരൂ പ്രചരണത്തിന്, ആരും അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രചരണത്തിന് പോലും ഇറങ്ങിയില്ല. നമ്മുടെ പാണ്ഡ്യാല ഷാജിയെ പോലെയുള്ള അദ്ദേഹം അവരെ പോലെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് പിണറായിയുടെ പതനം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ റിയൽ കമ്മ്യൂണിസം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേര് വീടുകൾ കയറി ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് പിന്നെയും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പക്ഷേ ഇവിടെ പിണറായി വിജയൻ ജയിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല. ഓഫ് കോഴ്സ് അത് പരാജയം തന്നെയാണ്. ധർമ്മടം പോലൊരു കോട്ടയിൽ 6 പഞ്ചായത്തുകളിലും നിലം തൊടാണ്ട് മറ്റേയാൾ ഫ്രണ്ടിൽ കയറിയെന്നുണ്ടെങ്കിൽ പിണറായി വിജയന് അതിലും വലിയൊരു പരാജയം വരാനില്ല. അപ്പോൾ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് സ്വന്തം കോട്ടയിൽ തന്നെ. അപ്പോൾ ഇതിലും ഇങ്ങനെ ഒരു നാണം കെട്ട തോൽവിയിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുന്നതിൽ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോഴും വരികയാണ്. അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം കൈവിട്ട് കളഞ്ഞാൽ ഉറപ്പായിട്ടും ഫവാസ് പറഞ്ഞതുപോലെ CMRLന്റെ മാത്രമല്ല പിന്നാലെ ഒരുപാട് കേസുകൾ ലാവ്ലിൻ ഉൾപ്പെടെ 32-38 തവണയോളം മാറ്റിവെച്ചിട്ടുണ്ട് ലാവ്ലിൻ കേസ്. അതൊക്കെ ചരിത്രമാണ്. ഇത് മാത്രമല്ല, ഇപ്പൊ എനിക്കിതിൽ പേര് പരാമർശിക്കാണ്ട് പോകുന്നത് വളരെ മോശമായി പോകുന്ന ഒരു വ്യക്തിയുണ്ട്, മാത്യു കുഴൽനാടൻ. നിയമസഭയിൽ അദ്ദേഹം ഈ മാസപ്പടി വിവാദമായിട്ട് അദ്ദേഹം ഈ സാധനം ആദ്യം മുമ്പോട്ട് വരുന്നതും ഈ കേസുമായിട്ട് നിയമസഭയിൽ പലവട്ടം പ്രസംഗിക്കുന്നതും ഇതിന് എന്താ പറയുക പലതരത്തിലുള്ള വ്യക്തിഹത്യ മാത്യു കുഴൽനാടൻ നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫേസ്ബുക്കിലായാലും സാമൂഹ്യ മാധ്യമങ്ങളിലായാലും ഈവൻ ചില വാർത്താ മാധ്യമങ്ങൾ പോലും പ്രത്യേകം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വിഷയം ഈ കേസ് വരുമ്പോൾ മാത്യുവിൻ്റെ പ്രസംഗം കേൾക്കാറുണ്ടായിരുന്നു. അപ്പം നിയമസഭയിൽ അദ്ദേഹം തീപ്പൊരി പ്രസംഗം ഇതിനെതിരെ നടത്തിയിരുന്നത്. അപ്പം അദ്ദേഹത്തിന് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. പലതരത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കോടതി തുടക്കത്തിൽ തിരിച്ചടിയായിരുന്നു ഈ സംഭവമായിട്ടുണ്ടായിരുന്നത്, പക്ഷെ പെട്ടെന്നുള്ള തരത്തിലായിരുന്നു. അപ്പം മാത്യുവിനൊക്കെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അദ്ദേഹത്തെ ബുള്ളി ചെയ്യാത്തതായിട്ടൊന്നുമില്ല, അങ്ങേയറ്റം കയറി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു വിജയം എന്ന് പറയുന്നത് എനിക്കൊന്ന് മാത്യു കുഴൽനാടൻ്റെ ഒരു വിജയം കൂടിയാണ്. കാരണം അദ്ദേഹം കേസുമായിട്ട് മുമ്പോട്ട് പോയി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അദ്ദേഹം മാത്യു കുഴൽനാടൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വിജയം കൂടിയിട്ട് ഞാൻ ഈ സാധനത്തിന് പരിഗണിക്കുന്നത്. ഇത് ശരിക്കും ഒരു അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു അനാലിസിസ് ശൈലിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ CPMന്റെ ഒരു രാഷ്ട്രീയ ആയുധം തന്നെയാണ് ഇനിയിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. വെച്ചാൽ ഇത്രയും നാൾ അവർ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയുന്നൊരു വേർഡ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും കോടതി നിയമസാധുത കൂടി ഉറപ്പാക്കിയ സ്ഥിതിക്ക് ഒരിക്കലും ഇനി രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയുന്ന ഒരു വേർഡിനെ അവർക്ക് ഇനി കവചമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. ഉറപ്പായിട്ടും ഇത്രയും നാളത്തെ സഭകളിലൊക്കെ പ്രസംഗം എടുത്ത് നോക്കിയാലും പിണറായി വിജയനെയും മകളെയും രാഷ്ട്രീയമായി വേട്ടയാടുന്നു, അല്ലെങ്കിൽ പിണറായിയുടെ കുടുംബത്തെ വേട്ടയാടുന്നു എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ വിവാദമായി കൊണ്ടുപോകാൻ തന്നെ CPMന് കഴിയും. കാരണം നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് BJP പോലുള്ള എന്താ പറയുക സംഘപരിവാറിനെതിരെ പോരാടുന്നത് തങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചോ, ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ കേന്ദ്ര ഏജൻസിയാണ്, ഇപ്പം CBI ED എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉപയോഗിച്ച് വീണ്ടും അന്വേഷണത്തിലോട്ട് കൊണ്ടുവരുന്നത് ഇടതുപക്ഷ സർക്കാരിനെതിരെ അല്ലെങ്കിൽ മതനിരപേക്ഷ സർക്കാരിനെതിരെയുള്ള കേന്ദ്രത്തിൻ്റെ വെല്ലുവിളിയാണെന്നുള്ള തരത്തിലായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തായാലും കേരളത്തിൻ്റെ തെരുവ് എന്നാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. അറിയില്ല, പക്ഷേ ഈ വിഷയത്തിൽ എൻ്റെ കാഴ്ചപ്പാട് ഇതിങ്ങനെയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ എന്തായാലും കേരളം ഇപ്പോൾ SFIയുടെ സമരം മാത്രമേ നടക്കുന്നുള്ളൂ. യൂണിവേഴ്സിറ്റി സമരവുമായി ബന്ധപ്പെട്ട ഒരു തല്ലും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പം എന്തായാലും വരും ദിവസങ്ങൾ എന്തായാലും എന്താ പറയുക കേരളത്തിൻ്റെ സമരം ആളിക്കത്തും. അതിൽ SFI മാത്രമല്ല DYFIയും CPM എന്തായാലും രംഗത്തുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ എക്സാലോജിക്കും ഇപ്പോൾ രംഗത്ത് വന്നതോടുകൂടി CMRLൻ്റെ കേസ് വന്ന് ഇപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കുക എന്നുള്ളത്, ഇപ്പോൾ പിണറായി എന്ന് പറഞ്ഞ പാർട്ടിക്കാരൻ മാത്രമല്ല, അതിലുപരി പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അതുകൊണ്ട് ഇത് പാർട്ടി നേതാവിനെതിരെയും അല്ലെങ്കിൽ എന്താ പറയുക ഒരു MLAക്കെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള കേന്ദ്രത്തിൻ്റെ ഒരു പോരാട്ടം കൂടിയാണ്. അപ്പം അത്തരത്തിൽ ഇതിനെന്തായാലും മാറ്റി കൊണ്ടുപോകാൻ CPMന് എന്തായാലും പറ്റും. കാരണം അവരെ നമ്മൾ മുമ്പുള്ള എന്താ പറയുക പല സമരങ്ങൾ നോക്കി കഴിഞ്ഞാൽ CPM സമരം ചെയ്യാൻ ഉഷാറാണ്. കോൺഗ്രസ്സുകാരെ പോലെയല്ല, മടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്കില്ല. തല്ല് കൊള്ളാനായാലും കൊടുക്കാനായാലും CPM എന്തായാലും രംഗത്തുണ്ടാവും. ഇങ്ങോട്ട് 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഒന്നെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത പാർട്ടിക്കാരല്ല CPM എന്നാണ്. കോൺഗ്രസ്സുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, തല്ല് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഓടുന്ന പല രീതിയും കോൺഗ്രസിനെ പല നേതാക്കന്മാരും കണ്ടിട്ടുണ്ട്. പക്ഷേ CPMനെ SFIനെ DYFIയെ സംബന്ധിച്ചിടത്തോളം തല്ല് കൊണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തിരിച്ചവർ കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ എന്തായാലും കേരളം പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. എന്തായാലും അവരെ വല്ലാണ്ട് സമരത്തിലോട്ട് ഇനി ഇറങ്ങാൻ പോകുന്നില്ല. CPM പ്രതിപക്ഷ അപ്പോൾ നമ്മൾ 10 വർഷം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വല്ലാണ്ട് സമരരംഗത്ത് കോൺഗ്രസിനെ കാണാത്തത്. കാരണം ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന് സമരം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല, വല്ലാണ്ട് പരിധി ഉണ്ട് അവർക്ക്. പക്ഷേ CPMനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഭരണത്തേക്കാൾ ഉഷാർ അവർ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴാണ്. എന്തായാലും ഇനി കേരളത്തിലെ തെരുവുകൾ ആളിക്കത്തുന്നുള്ള ഉറപ്പാണ്. പിണറായി വിജയനെ കാക്കാൻ വേണ്ടി എന്തായാലും CPMും DYFIയും SFI എല്ലാവരും രംഗത്തിറങ്ങുന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണും CPMൻ്റെയും DYFIയുടെയും പോരാട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളതും കേരളം എത്തരത്തിൽ പോകുന്നുള്ളതും.